ആര് ഭരിച്ചാലും ഒരാൾക്കും ഒരു ഗുണമില്ല, അത്രയും മാത്രം അറിയാം. മതത്തിന്റെ ആൾക്കാർ കൊണ്ടു നടന്നോളും, അല്ലാതെ ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കി അവരുടെ വോട്ട് നേടി ഇതൊരു വർഗീയ രാജ്യമാക്കി മാറ്റാനാണ് ഇപ്പൊ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിനോട് യോജിപ്പില്ല. ഇപ്പോഴത്തെ രീതി ജനങ്ങളുടെ കയ്യിരിക്കുന്ന കാര്യമല്ല, അപ്പോൾ എങ്ങനെയാവും എന്നുള്ളത് പറയാൻ പറ്റിയല്ല. എന്നാലും BJPക്ക് ആ പഴയ സീറ്റ് കിട്ടിയല്ല, ചിലപ്പോൾ അവർ ഭരിക്കുമായിരിക്കും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും കേന്ദ്രം ഭരിക്കുക? BJP ആയിരിക്കുമോ കോൺഗ്രസ് ആയിരിക്കും? BJP. ഒന്നും പറയാൻ പറ്റൂല. സാധ്യത കൂടുതൽ ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ BJPക്ക് സീറ്റൊന്നും ഇത്രയും കിട്ടില്ല. കാരണം പെർസെൻറ്റേജ് BJPക്ക് എപ്പോഴും 42, 37, 45 കിട്ടിയിട്ടുള്ളൂ. അവർ ഒന്നിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ BJP നിലം തൊടൂല. ഭിന്നിച്ച് നിന്നാൽ BJPക്ക് സാധ്യതയുണ്ട്. ഒരു ഐഡിയ ഇല്ല. ആര് ഭരിച്ചാലും ഒരാൾക്കും ഒരു ഗുണമില്ല, അത്രയും മാത്രം അറിയാം. ആര് ഭരിച്ചാലും കാര്യമില്ല. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് BJP ആകാനാണ് ചാൻസസ്. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാട് വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല. പല ആൾക്കാർ ഇപ്പോൾ തന്നെ സീറ്റ് വിഭജനത്തിന് വേണ്ടിയുള്ള തർക്കങ്ങളും കാര്യങ്ങളും തുടങ്ങി കഴിയൂ നോർത്ത് ഇന്ത്യയിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയൊരു ഹോപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല. BJP എന്ന് വെച്ചാൽ അവരുടെ പ്രവർത്തനങ്ങളെ വളരെ മെച്ചപ്പെട്ട രീതിയിലാണല്ലോ അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം കിട്ടാൻ സാധ്യത കുറവാണ്. കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. കേന്ദ്രം ഭരിക്കാൻ പോകുന്നതാ അറിയില്ല. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. ജനങ്ങളുടെ തീരുമാനം അനുസരിച്ചിരിക്കുമല്ലോ അത്. ഇടതുപക്ഷ കക്ഷികളും മറ്റുള്ള കോൺഗ്രസും കൂടി സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല. കേന്ദ്രത്തിൻ്റെ വർഗീയതയും അതിൻ്റെ ഉള്ളിൽ കളിച്ചിട്ടുള്ള ഒരു ഭരണം. ചില കാര്യങ്ങൾ നല്ലത് ചെയ്തിട്ടുണ്ട് കേന്ദ്രം. പക്ഷേ കോൺഗ്രസിൻ്റെ മുന്നണികൾ വരുള്ളൂ ഇത്തവണ. പിന്തുണയുള്ള അതായത് ഇടതുപക്ഷ സാധ്യതയല്ല, വളരെ ഇത്തവണ ജയിക്കാൻ സാധ്യതയില്ല. കേരളത്തിലെ സംബന്ധിച്ച് രണ്ടുമായിട്ട് അങ്ങനെ പോകും. പക്ഷെ മൊത്തമായിട്ട് വരികയാണെങ്കിൽ സാഹചര്യം കോൺഗ്രസിൻ്റെ സാധ്യതയിൽ കാണും. ഐക്യത്തോടെ പോകണം. ഇതേപോലെ പാർട്ടിയുടെ യാതൊരു വിവരം നമുക്കറിയില്ല. കോൺഗ്രസ് ജയിക്കാനാണ് സാധ്യത. അതെ അതെ അതെ. ഈ എറണാകുളം ജില്ലയുടെ കാര്യമല്ലേ പറഞ്ഞത്? ടോട്ടല് എന്നാ അങ്ങനെ പറയാനായിട്ട് ശാലം ബുദ്ധിമുട്ടാണ്. എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ രീതി ജനങ്ങളുടെ കയ്യിരിക്കുന്ന കാര്യമല്ല, അപ്പോൾ എങ്ങനെയാവും എന്നുള്ളത് പറയാൻ പറ്റിയല്ല. എന്നാലും BJPക്ക് ആ പഴയ സീറ്റ് കിട്ടിയല്ല, ചിലപ്പോൾ അവർ ഭരിക്കുമായിരിക്കും. പഴയ സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുന്നത്. ഇന്ത്യ മുന്നണി അടക്കമുള്ള മുന്നണി ആയതുകൊണ്ടാണ് ഇപ്പോൾ ഭരണത്തിൻ്റെ ഇത് വെച്ച് മൊത്തം നോക്കുമ്പോഴേ പഴയ സീറ്റ് കിട്ടിയല്ല, കുറച്ചൊക്കെ വ്യത്യാസം വരും. ഭരണം BJPക്കാണ് സാധ്യത. അല്ല, ഇവിടെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അധികാരം നേടണമെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ലക്ഷ്യമില്ല. ഇപ്പോൾ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ വർഗീയത കളിച്ച് കഴിഞ്ഞ 10 വർഷത്തെ പ്രോഗ്രസ് കാർഡ് ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് വോട്ട് നേടാൻ BJP തയ്യാറല്ല. അത് തന്നെ അവരുടെ ഏറ്റവും വലിയ പരാജയമാണ്. കാരണം അവർ ഇപ്പോൾ അതേ രാമക്ഷേത്രം പണിത് അതിന് ലോകം മുഴുവൻ പബ്ലിസിറ്റിയും കൊടുത്ത് അതൊരു ഗവൺമെൻറ് പരിപാടിയാക്കി മാറ്റിയിട്ട് അതിൻ്റെ പേരിൽ വോട്ട് നേടാനാണ് നോക്കണം. അതല്ല ചെയ്യേണ്ടത്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇവിടെ മതത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കരുത്. മതത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യരുത്. രാഷ്ട്രീയം വേറെ, മതം വേറെ. മതത്തിൻ്റെ ആൾക്കാർ കൊണ്ടു നടന്നോളും, അല്ലാതെ ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കി അവരുടെ വോട്ട് നേടി ഇതൊരു വർഗീയ രാജ്യമാക്കി മാറ്റാനാണ് ഇപ്പോൾ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിനോട് യോജിപ്പില്ല. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഈ കണക്കിന് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ കയറുള്ളൂ. BJP തന്നെ കയറാനാണ് സാധ്യത. നമ്മളിവിടെ കേരളത്തിലുള്ളവർ വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. മറ്റുള്ള സ്റ്റേറ്റുകളാണ് ഇത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ 20 സീറ്റ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായ? പിന്നെ നമ്മൾക്ക് എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇവിടെ.